നിതിൻ രാജ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇന്ന് ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ്. ആ ഒരു വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവാൻ കാരണക്കാരനായിട്ടുള്ള ഈ ഡാഷ് മോനും ഈ കാണുന്ന ഡാഷ് മോളും, ഈ രണ്ട് വ്യക്തികളെ ഇതുവരെ നമ്മളെ പോലീസ് എന്തായിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല. ആലോചിക്കണേ, നമ്മൾ 1990-ലല്ല കേട്ടോ ജീവിക്കുന്നത്. ഇത്രയ്ക്കും ടെക്നോളജി ഉള്ള നമ്മളെ നാട്ടില് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ഈ രണ്ട് ഡാഷ് മക്കളെ അറസ്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടില്ല? നമ്മളെ പോലീസിന് പറ്റിയിട്ടില്ല. നിങ്ങളെ കൊണ്ട് പെറ്റി അടിക്കാനേ പറ്റുള്ളൂ. നിങ്ങളൊരു പണി ചെയ്തോ, രാവിലെ എണീച്ചിട്ട് നിങ്ങൾ കുറച്ച് പോലീസുകാരുണ്ടല്ലോ പെറ്റി അടിക്കാനായിട്ട് ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാരെ സ്വന്തം മൊബൈൽ ഫോണിൽ നിയമമാണ്, സ്വന്തം ഫോണിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ നിയമമുണ്ടല്ലോ. എന്നിട്ടും സ്വന്തം ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് പാവങ്ങളെ 500-1000 രൂപക്ക് അധ്വാനിക്കുന്ന പാവങ്ങളടുത്തേക്ക് പെറ്റി അടിച്ചു കൊടുക്കുക. നിങ്ങൾ അതിനേ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിറകിലുള്ള കൈകൾ ജനം മറന്നു തുടങ്ങി. നിതിൻ രാജിനെ ജനം മറന്നു തുടങ്ങി. ഇനി എന്താ സംഭവിക്കാൻ പോണെന്നറിയോ? ഇലക്ഷന്റെ റിസൾട്ട് വരുന്നു, അതിന്റെ ചൂടൊക്കെ ഇങ്ങനെ വരും. നിതിൻ രാജ് എന്ന് പറഞ്ഞ ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല ആ വ്യക്തിക്ക്. ഈ പറയുന്ന ഈ സംഗീത എന്ന് പറഞ്ഞ പെണ്ണിന് ജാമ്യം കിട്ടി. മുൻകൂർ ജാമ്യം ഓക്കെ, ഡൺ, ഡീലായി. ഈ ഡാഷ് മോന് മാത്രം ജാമ്യം കിട്ടിയിട്ടില്ല, ഇതുവരെ പിടിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ലൈക്ക്. ഇത്രയും വലിയ ഒരു ഇൻസിഡന്റ് നടന്നിട്ട് നമ്മളെ പോലീസിന് ഇവനെ തൂക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെ പോലീസ് അടിപൊളിയാണ്, പെറ്റ് ചെയ്താണ് അടിപൊളിയാണ്. റോഡ് മുഴുവൻ പൊളിഞ്ഞ് നാരായണത്തുകല്ലായി കിടക്കുന്നിടത്ത് വീണ് മരിച്ചാൽ നോ പ്രോബ്ലം. നമ്മളെ ഹെൽമെറ്റ് വെച്ചിട്ടില്ലേ ഭയങ്കര പ്രശ്നമാണ് ഇവർക്ക്. ഹെൽമെറ്റ് പാവങ്ങളെ കയ്യിൽ നിന്ന് പിയാൻ അറിയാലോ, പീഞ്ഞെടുക്കാൻ അറിയാലോ. ഇത്രയ്ക്കും ടെക്നോളജി ഉള്ള നാട്ടിൽ എന്ത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. വേണ്ടാന്ന് വെച്ചത് കൊണ്ടാണ്. പറ്റാത്ത ഒന്നല്ല, വേണ്ട എന്ന് വെക്കുന്ന പോലീസ്